Hi, Namaste, welcome back to my channel WinTrader. ബാങ്ക് നിഫ്റ്റിയുടെയും ഓപ്ഷൻസിൽ സക്സസ്ഫുൾ ആയിട്ട് എങ്ങനെ ഒരു ട്രേഡ് എടുക്കാം, പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള എൻട്രിയും എക്സിറ്റും റിവേഴ്സൽ പോയിന്റും. അപ്പോൾ ഇന്ന് 9th ജനുവരിയിലെ പെർഫോമൻസ് ആണ്. അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് മോർണിംഗിൽ ബാങ്ക് നിഫ്റ്റിയും ഗ്യാപ്പിൽ ഓപ്പൺ ആയ ശേഷം മാർക്കറ്റ് കുറച്ചൊന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് ബ്രേക്ക് ഔട്ട് പോയി. അപ്പോൾ 2 ടാർഗറ്റ് അടിച്ചാൽ അപ്രോക്സിമേറ്റ് 150 പ്രോഫിറ്റിൻ്റെ മുകളിൽ മാർക്കറ്റ് കയറിയിട്ട് അത് കഴിഞ്ഞ ശേഷം മാർക്കറ്റ് ഒന്ന് ഇറങ്ങി. പിന്നെ കുറച്ചൊന്ന് സൈഡ് വേസ് തങ്ങി നിന്ന് പ്രോപ്പർ ബ്രേക്ക് ഔട്ട് പോയി ഡൗൺ ചെയ്യേണ്ട. ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 580 പോയിന്റ്സ് താഴേക്ക് മാർക്കറ്റ് ഇറങ്ങിയിട്ട് അത്ര ഹ്യൂജ് പ്രോഫിറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ട്രേഡേഴ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ 2 ട്രേഡിൽ നിന്നും ഹ്യൂജ് റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരവസരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതുപോലത്തെ ഒരു അവസരം കറക്റ്റായിട്ട് എങ്ങനെ പിക്ക് ചെയ്യാം, അതായത് ഒരു പെർഫെക്റ്റ് എൻട്രി എക്സിറ്റും റിവേഴ്സലും കറക്റ്റായിട്ടൊരു ടെക്നിക്കൽ അനാലിസിസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പിക്ക് ചെയ്ത് നമുക്ക് ഹ്യൂജ് പ്രോഫിറ്റ് എങ്ങനെ നേടാം ഓപ്ഷൻസിൽ എന്നുള്ളതാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഓപ്ഷൻസിൻ്റെ പെർഫോമൻസ് നോക്കുമ്പോൾ കോളിൻ്റെ സൈഡാണെങ്കിൽ പുട്ടിൻ്റെ സൈഡാണല്ലോ. ഇപ്പോൾ കോളാണെങ്കിൽ രാവിലെ ബാങ്ക് നിഫ്റ്റിയുടെ നമുക്ക് 47,500 കോൾ എടുക്കാമായിരുന്നു. അവിടുന്ന് മാർക്കറ്റ് നേരെ 317 നേരെ 475 വരെ പോയിട്ടുണ്ട്. അപ്പോൾ പുട്ട് നോക്കുകയാണെങ്കിലോ പുട്ട് നമുക്ക് ആക്ച്വലി 47,800 പുട്ട് ലാസ്റ്റത്തെ ആ ട്രേഡ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ 214 എടുത്ത നമുക്ക് ആക്ച്വലി പുട്ട് വന്നാണ്. ടോട്ടൽ ഇപ്പം 439 പോയിൻ്റ്, ഹ്യൂജ് ഹൈക്ക് നോക്കിയാൽ ഒറ്റ സൈഡ് വേസ് പോലെ നേരൊരു കയറ്റമാണ്. നമുക്ക് 3 ടാർഗറ്റ്. അപ്പോൾ ഇതുപോലത്തേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സിഗ്നൽ കൺഫേം ആണ്, ബ്രേക്ക് ഔട്ട് പെട്ടെന്ന് തരുന്നുണ്ടോ, 3 ടാർഗറ്റിന് കണ്ണും പൂട്ടി എൻട്രി ചെയ്യുക, അവിടെ നല്ലൊരു റിട്ടേൺസ് കിട്ടും. അതെങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ള പറഞ്ഞു തരാം. അപ്പോൾ അതേപോലെ നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിലെ ട്രേഡും ലാസ്റ്റ് നല്ലൊരു ഇപ്പോഴും സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ട് താഴേക്ക് മാർക്കറ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോൾ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി 21,400 മുകളിൽ മോർണിംഗിൽ ബ്രേക്ക് ഔട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്രോക്സിമേറ്റ് ഒരു 281 281 ബ്രേക്ക് ഔട്ട് പോയിട്ട് നമുക്ക് 354 വരെ പോയിട്ടുണ്ട്. അപ്പോൾ ഹ്യൂജ് ഹൈക്കാണ് നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പം അതേപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ പുട്ട് സൈഡ് നോക്കുകയാണെങ്കിൽ നല്ലൊരു 21,800 പുട്ടിൽ അപ്പം 159 എടുത്തിട്ട് ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കും. 120 പോയിന്റ് കഴിഞ്ഞിട്ട് ഇപ്പോഴും ബ്രേക്ക് ഔട്ട് പോയി കയറിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റത്തെ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് അവിടുന്ന് 259 ബ്രേക്ക് ചെയ്ത് അപ്പോൾ 17 ഒറ്റടിക്ക് എത്തി. അപ്പോൾ ഇതുപോലത്തെ തന്നെ കണ്ണും പൂട്ടി എൻട്രി ചെയ്യാം. നല്ലൊരു ഹ്യൂജ് പ്രോഫിറ്റ് റിട്ടേൺസ് നമുക്ക് ഒരു ലക്ഷങ്ങൾ സമ്പാദിക്കാൻ പറ്റുന്നൊരവസരം ഇതിൽ നിന്ന് നമുക്ക് ഇതുപോലത്തെ ഒരു ട്രെൻഡിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പം അതേപോലെ തന്നെ റിവേഴ്സ് പോകുന്ന പോയിന്റ് നമുക്ക് ലോസ് ലിമിറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് ലോസ് ഇല്ലാതെ എക്സിറ്റ് ചെയ്യാൻ കറക്റ്റായിട്ട് എങ്ങനെയാണ് സോഫ്റ്റ്വെയർ സാധിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പം ഡെമോ കാണാനായിട്ട് ലൈവ് സെക്ഷനിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കായിട്ട് നമ്മുടെ വെബ്സൈറ്റ്, ടെസ്റ്റിമോണിയൽസ്, ക്ലയൻറ്റ് പ്രൊഫൈൽ സ്ക്രീൻഷോട്ട്, അതേപോലെ തന്നെ നിങ്ങൾക്ക് ആക്ച്വലി നമ്മുടെ ലൈവ് ഡെമോ സെക്ഷന് വേണ്ടി കോൺടാക്ട് ഫോം ഫില്ല് ചെയ്യാനായിട്ട് വെബ്സൈറ്റിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് പോയി ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ആക്ച്വലി ലൈവ് ഡെമോ സെക്ഷനായിട്ട് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് സോഫ്റ്റ് വർക്ക് ആവുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് ആക്ച്വലി ബാങ്ക് നിഫ്റ്റി, ഇത് നിഫ്റ്റി. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി മോർണിംഗിലൊരു നമുക്ക് ബൈ സിഗ്നൽ തന്നിട്ടുണ്ട്, അത് കഴിഞ്ഞ് സെല്ല്. അപ്പോൾ ഇതാണ് സെൽ സിഗ്നൽ, ഇതാണ് ബൈ. സിഗ്നൽ വരുമ്പോൾ നിങ്ങൾക്ക് അലേർട്ട് മെസ്സേജ് തരും, ഡീറ്റെയിൽസ് എല്ലാം അലേർട്ട് മെസ്സേജിലുണ്ടാവും. അപ്പം സിഗ്നൽ കൺഫേം ആണെങ്കിൽ മാത്രം എടുക്കുക. അപ്പോൾ സിഗ്നൽസ് വരുന്ന സമയത്ത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സെല്ലാണ് വന്നിരിക്കുന്നത്. 2 മണിക്ക് എൻട്രി പോയിന്റ് ടാർഗറ്റ് താഴെ കൊടുത്തിട്ടുണ്ട് മുകളിലും. ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 40 പോയിന്റ് 3 ടാർഗറ്റാണ്. അപ്പോൾ സിഗ്നൽ വന്ന് കൺഫേം ആവുകയാണെങ്കിൽ മാത്രം എൻട്രി എടുക്കുക. അപ്പോൾ സിഗ്നൽ കൺഫേം അല്ലെങ്കിൽ നമുക്ക് എൻട്രി എടുക്കേണ്ട. ഇപ്പോൾ ഈ സെല്ല് വന്നിരിക്കുന്നത് 2 മണിക്കാണ്. അപ്പോൾ സിഗ്നൽ നോക്കുകയാണെങ്കിൽ ക്യാൻഡിൽ കളർ ഇവിടെയുണ്ട്, താഴെയും റെഡ് കളറുണ്ട്, പ്രസൻറ്റ് സെൽ സോൺ ഉണ്ട്. അപ്പോൾ ബ്രേക്ക് ഔട്ട് നമുക്ക് 2ാമത്തെ 3ാമത്തെ ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് പോയിട്ട് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഹ്യൂജ് റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. 140 പോയിന്റ്സിൻ്റെ അടുത്ത് ഇപ്പോഴും താഴേക്ക് ഇറങ്ങി ആ പോർഷൻ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു പ്രോഫിറ്റ് ലെവലിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റത്തെ ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് അതും താഴേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കണം. ഓക്കെ, റീ എൻട്രി സോഫ്റ്റ്വെയർ തന്നിട്ടുണ്ട്, ഇവിടെ റീ എൻട്രി കോർണറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ചെയ്യേണ്ട ഇത്ര മാത്രം, സിഗ്നൽ ഒന്ന് കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ ക്യാൻഡിൽ കളർ റെഡ് ആവണം, ഈ റെഡിൻ്റെ പോലെ താഴെ റെഡ് വരണം, സെൽസ് ഓണും വരണം. അപ്പോൾ സിഗ്നൽ വന്ന് കൺഫേം ആണ് അടുത്ത ക്യാൻഡിൽ ഓപ്പണിംഗ് റേറ്റിൽ നമുക്ക് എടുക്കാം. ഇപ്പോൾ ഇവിടെ സെൽ സിഗ്നൽ വന്ന് കൺഫേം ആയി. ഇപ്പോൾ ഈ സെക്കൻഡ് അല്ലെ തേർഡ് ക്യാൻഡിൽ നമുക്ക് ഇവിടുന്ന് പോർഷൻ എടുക്കാമായിരുന്നു, അവിടെ നേരെ താഴേക്ക് പോയിട്ടുണ്ട്. പക്ഷേ നേരെ തിരിച്ചാണ് ഗ്യാപ്പിൽ ഓപ്പൺ ആകുമ്പോൾ സെക്കൻഡ് ക്യാൻഡിൽ അല്ലെങ്കിൽ തേർഡ് ക്യാൻഡിൽ നേരെ കയറി എടുക്കരുത്. അവിടെ കുറച്ചൊന്ന് മാർക്കറ്റ് റിവേഴ്സ് വരുന്നവരെ വെയിറ്റ് ചെയ്തിട്ട്. അപ്പോൾ അത് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ ഗ്യാപ്പിൽ ഓപ്പൺ ആയ ശേഷം ട്രെൻഡ് ലൈൻ തിരിച്ചിറങ്ങിയിട്ട് പിന്നെ ബ്രേക്ക് ഔട്ട് പോകുന്ന സിറ്റുവേഷനിൽ അവിടെ നിന്നൊരു ഹൈക്ക് ആയിരിക്കും. അവിടെ നിന്ന് റെസിസ്റ്റൻസ് ലെവൽ കട്ട് ചെയ്ത് കയറി കഴിഞ്ഞാൽ നേരെ കയറാം. അപ്പോൾ നമുക്ക് ബ്രേക്ക് ഔട്ട് പോയത് ഈ ഒരു ലെവൽ വെച്ചിട്ടാണ് 20,638 ആ ഒരു അപ്രോക്സിമേറ്റ് ആ ഒരു റേറ്റ് ആയിരുന്നു.
അപ്പോൾ നമ്മൾ അതിനനുസരിച്ചാണ് നമുക്ക് ആക്ച്വലി 400 കോൾ എടുത്തിരിക്കുന്നത് നിഫ്റ്റി പിന്നത്തെ മണി പ്രകാരം 200 പോയിന്റ് പിന്നിലേക്ക് എടുത്തതാണ്. അപ്പോൾ അതിലാണ് ബ്രേക്കൗട്ട് പോയി 281 നിന്ന് ബ്രേക്കൗട്ട് പോയി നേരെ നമുക്ക് മാർക്കറ്റ് കയറി 354 വരെ പോയി നല്ലൊരു ഹ്യൂജ് ഹൈക്കായിരുന്നു നമുക്കുണ്ടായത്. 354 347 വരെ ഇവിടുന്ന് പോയിട്ട് തിരിച്ചിറങ്ങിയിട്ടാണ് പിന്നെ 54ലേക്ക് പോയിരിക്കുന്നത്. ഓക്കെ, അപ്പം ലാസ്റ്റത്തെ ആ സെൽ ട്രേഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 21,678 ആയിരുന്നു. അപ്പോൾ അത് പ്രകാരമാണ് നമ്മൾ ആക്ച്വലി പുട്ട് ഓപ്ഷൻ എടുത്തിരിക്കുന്നത്. പുട്ട് ഓപ്ഷൻ ഇവിടെ നമുക്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ 21,600 ആണെങ്കിൽ 700 800 അല്ലെ ഏത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഞാനിവിടെ 800 ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ 2.10 സെൽസ് സിഗ്നൽ വന്നിരിക്കുന്നത്. 159 നിന്ന് താഴെ 3 ടാർഗറ്റ് ഉണ്ട്, 3 അടിച്ചിട്ടുണ്ട്. ഇപ്പം 90 പോയിൻറ്റ്സിൻ്റെ അടുത്ത് പ്രോഫിറ്റ് ഇപ്പം നിൽപ്പുണ്ട്. മാർക്കറ്റ് കുറച്ചൊന്ന് ഇറങ്ങി അത്രയും കയറിയ ശേഷം. അപ്പോൾ അതുകൊണ്ടാണ് ഈ 90 ഉണ്ട്. അപ്പോൾ 100 മുകളിൽ പ്രോഫിറ്റ് പോയിട്ടുണ്ട്. 150 നേരെ കയറി നമുക്ക് മാർക്കറ്റ് 280 വരെ പോയിട്ടുണ്ട്. അത് 80 കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ചും താഴെ ഇറങ്ങിയത്. അപ്പോൾ നല്ലൊരു ഹൈക്കാണ് നമുക്ക് പോയിരുന്നത്. ഓക്കെ, അപ്പോൾ അതേ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ രാവിലെ ഗ്യാപ്പ് ലോ പ്രാവശ്യം സിഗ്നൽ കൺഫേം ആയിരുന്നില്ല. കൺഫർമേഷനും ബ്രേക്കൗട്ട് ഇവിടെ നിന്നാണ് വന്നത്. താഴെ ഗ്രീൻ ഇവിടെ വന്നതും മേളിൽ ഗ്രീൻ വന്ന് റെസിസ്റ്റ് ചെയ്ത് ലെവൽ കട്ട് ചെയ്തും ഗ്യാപ്പിൽ ഓപ്പൺ ആയപ്പോൾ ഇവിടെ നിന്നാണ്. അപ്പോൾ അവിടെ നേരെ കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ അപ്രോക്സിമേറ്റ് നോക്കുകയാണെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് ലെവൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ആ സമയത്ത് കോൾ ഓപ്ഷൻ നമുക്ക് 47,710 ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ബ്രേക്കൗട്ട് പോയ സമയത്ത് അപ്പോൾ 500 കോൾ ഓപ്ഷൻ എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ നേരെ കയറിയത്. 283 അപ്രോക്സിമേറ്റ് 283 നമുക്ക് എടുക്കുന്നത്. 494 വരെയൊക്കെ പോയിട്ടുണ്ട്. നല്ലൊരു കോൾ ഓപ്ഷനാണ്, നല്ലൊരു ഹൈക്കാണ് നമുക്ക് പോയിരുന്നത്. അപ്പോൾ അതേസമയം ബാങ്ക് നിഫ്റ്റിയിലെ ലാസ്റ്റത്തെ ആ ട്രേഡ് സംബന്ധിച്ച് നോക്കുമ്പോൾ പുട്ട് ഓപ്ഷൻ അപ്പോൾ സിഗ്നൽസ് കുറേ നേരം കൺഫർമേഷൻ, അതായത് സെല്ല് വന്ന ശേഷം കൺഫർമേഷൻ ഇല്ലാതിരുന്നു. അപ്പം എക്സാമ്പിൾ പറയുമ്പോൾ ഇപ്പോൾ ഒരു ബൈ സിഗ്നൽ നമ്മൾ എടുത്തു, റിവേഴ്സ് പോകുന്നുണ്ട്, നമുക്ക് എത്രത്തോളം ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ ഇതേപോലെ ഹ്യൂജ് റിട്ടേൺ നമുക്ക് എടുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ഇവിടെ ഗ്യാപ്പിൽ ഓപ്പൺ ആഴ്ച തിരിച്ച് 2 ടാർഗറ്റ് അടിച്ച ശേഷം റിവേഴ്സ് പോയി. അപ്പോൾ ഒന്നിലെ ട്രെൻഡ് ലൈൻ വെച്ച് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ സൈഡ് വേസ് വരുന്നവർ വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആക്ച്വലി താഴത്തെ കൺഫർമേഷൻ ബാർ ചേഞ്ച് ആവുന്നതിനും വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ബൈ 2 ടാർഗറ്റ് അടിച്ചിട്ട് നമുക്ക് മാർക്കറ്റ് റിവേഴ്സ് വന്നിട്ട് കുറച്ചൊന്ന് ട്രെൻഡ് ലൈൻ, അതായത് നേരെ അങ്ങ് കയറൂല, കുറച്ചൊരു 100 പോയിന്റ് 150 പോയിന്റ് കയറി കഴിഞ്ഞാൽ തിരിച്ച് മാർക്കറ്റ് ഒന്ന് ഫുൾ ബാക്കിൽ ഇറങ്ങും. അപ്പോൾ അത് ഇറങ്ങുന്ന പോർഷൻസിൽ നമുക്കവിടെ ട്രെൻഡ് ലൈൻ തിരിഞ്ഞിറങ്ങുന്ന ഇതായിട്ട് കാണാൻ പറ്റും നമുക്ക് അവിടെ നിന്ന്. പിന്നെ ചില സമയത്ത് തിരിഞ്ഞും കയറാറുണ്ട്. അപ്പോൾ നമുക്കിവിടെ കട്ട് ചെയ്തിട്ട് കയറുന്ന സമയത്ത് റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ ബ്രേക്ക് ചെയ്യണം, അവിടെ നിന്ന് രണ്ടാമത് എൻട്രി എടുത്താലും മതി. അപ്പം അതുകൊണ്ട് നമുക്ക് ആക്ച്വലി തിരിച്ചിറങ്ങുന്ന പോർഷനിൽ നമുക്ക് അവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഇറങ്ങാം, അല്ലെങ്കിൽ സൈഡ് വേസ് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ലാസ്റ്റത്തെ സെൽ സിഗ്നൽ വന്ന സമയത്ത് സൈഡ് വേസ് ആയിരുന്നു. അപ്പോൾ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തും കൺഫർമേഷൻ വന്ന് ഈ ലെവലിൽ നിന്നാണ് അവിടെ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു റിട്ടേൺസ് നമുക്ക് ഇതിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നത്, ഇതിനകത്ത് കറക്റ്റായിട്ട് എൻട്രിയും എക്സിറ്റ് എങ്ങനെ പിക്ക് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് ടാർഗറ്റുകൾ എങ്ങനെ, അതേപോലെ സ്റ്റോപ്പ് ലോസ് എങ്ങനെ, ഇതൊക്കെ ലൈവ് മാർക്കറ്റിൽ കാണിച്ചു തരും. ഇപ്പോൾ ലാസ്റ്റത്തെ ആ സെൽ സിഗ്നൽ സംബന്ധിച്ച് നോക്കുമ്പോൾ 47,772 ആയിരുന്നു ആ സമയത്ത് റേറ്റ്. അപ്പോൾ 800 അല്ലെങ്കിൽ 900 എടുക്കുക. ഇപ്പോൾ 800 എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് 2.10 സിഗ്നൽ 214 വന്നത്. ടാർഗറ്റുകളും താഴെ 3 കൊടുത്തിട്ടുണ്ട്, 3 അടിച്ചിട്ടുണ്ട്. 3 അടിച്ചിട്ട് മാർക്കറ്റ് നേരെ കയറിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പ്രോഫിറ്റ് ലെവൽ ബുക്ക് ഇപ്പോൾ കുറച്ചൊന്നും ഇറങ്ങും. അപ്പോൾ ഇവിടെ പ്രോഫിറ്റിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ട് ഇറങ്ങിയാണ് നമുക്ക് പ്രോഫിറ്റാണ്. ഓക്കെ, നമ്മളിവിടെ ഓക്കെ എങ്ങനെയാണ് ഇപ്പം ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.